ഹരിയാന കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുതിർന്ന നേതാവും എംഎൽഎയുമായ കിരൺ ചൗധരി കോൺഗ്രസ് വിട്ടു. കിരൺ ചൗധരിയും മകൾ ശ്രുതി ചൗധരിയും ഇന്ന് ബിജെപിയിൽ ചേരും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, കിരൺ ചൗധരിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് വിടുന്നൊരു സാഹചര്യം, അവർ ബിജെപിയിലേക്ക് പോകുന്നു. കോൺഗ്രസിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയല്ലേ ഇത്? ദേവിക, ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ ക്ഷീണമാകുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മുതിർന്ന നേതാവ് കിരൺ ചൗധരി ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് കിരൺ ചൗധരിയും ഒപ്പം മുൻ എംപിയും മകളുമായ ശ്രുതി ചൗധരിയും ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തെത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ മുതിർന്ന BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവുമായ ബൻസിലാലിന്റെ മകന്റെ ഭാര്യ കൂടിയായ കിരൺ ചൗധരി ഇന്നിപ്പോൾ BJPയിലേക്ക് എത്തുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. പരമ്പരാഗതമായി തന്നെ കോൺഗ്രസ് കുടുംബമാണ് കിരൺ ചൗധരിയുടേത്. ഇപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നത് സംസ്ഥാന ഘടകവും ഒപ്പം ദേശീയ നേതൃത്വവുമായി ഒരുപോലെ കിരൺ ചൗധരി അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കിരൺ ചൗധരി തന്റെ അനുയായികൾക്കായി ചില സീറ്റുകൾ നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ ചൊല്ലി വലിയ തോതിലുള്ള ഭിന്നതകൾ പാർട്ടിക്കകത്ത് രൂപപ്പെടുകയും ചെയ്തു. ആ സീറ്റുകളിലെല്ലാം BJP ജയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ കിരൺ ചൗധരി പറഞ്ഞതാണ് ശരി എന്ന ദിശയിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എത്തുകയും ചെയ്തു. ഈ ഗ്രൂപ്പ് വഴക്കിന്റെ അനന്തരഫലമായിട്ടാണ് മുതിർന്ന നേതാവ് കിരൺ ചൗധരിയും ശ്രുതി ചൗധരിയും ഇന്നിപ്പോൾ BJPയിലേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം, നേരത്തെ അശോക് തൻവാറിനെ പോലെയൊക്കെയുള്ള, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന അശോക് തൻവാർ ഉൾപ്പെടെയുള്ള പല ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളും അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് BJP തുടർഭരണം നേടുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സൈനിയുടെ നേതൃത്വത്തിൽ, നവാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് തുടർഭരണം ലഭിക്കാനുള്ള സാധ്യതകൾ അഭിപ്രായ സർവേകളെല്ലാം ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുതിർന്ന നേതാവും കൂട്ടരും ഇന്നിപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. ദേവിക, ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.